ആർത്തവ അവധി കംപ്ലീറ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന് ആരും പറയുന്നില്ല. ഇപ്പോൾ മറച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് എടുക്കണ്ട. ഇപ്പോൾ ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഇത് വേണം. എന്താണ് ആർത്തവ അവധി സംബന്ധിച്ച്? ഈ അവധി അനിവാര്യമാണോ, അത് അത്യാവശ്യമാണോ? ഈ പുതിയ തീരുമാനം വന്നത് കേട്ടപ്പോൾ എന്താ ശരിക്കും ആദ്യം തോന്നിയത്? ഫസ്റ്റ് ടൈം പീരിയഡ്സ് ആവണതിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇത്രയും പെയിനുള്ളൊരു സംഭവമാണ് ഇതെന്ന്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ കൂടുതലും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ലീവ് കിട്ടണം എന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലാസ്സിൽ വന്നാലും ഇവർ പറയും ലൈക്ക് അതൊരു പെയിനാണ്, അത് നമ്മൾ വുമൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അങ്ങനെ പറയണുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ലീവ് വേണം, നമുക്കിത് അത്യാവശ്യമാണ്. 3 ദിവസം വേണ്ട, ഒരു 2 ദിവസമൊക്കെ ആണെങ്കിലും ഈ എന്നെപ്പോലെ തന്നെ ആയിരിക്കില്ല ബാക്കിയുള്ളവർ. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് അതുപോലെ 2 ദിവസമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ചിലവർക്കൊട്ടും പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ലീവ് എടുക്കുന്നു, അപ്പോൾ എനിക്കും എന്തുകൊണ്ട് എടുത്തുകൂടാ അവരെ പോലെ? ഇത് പെയിൻ ഇല്ലെങ്കിലും 3 ദിവസം ക്ലാസ്സിൽ വരാണ്ട് ഇരിക്കാലും എന്നോർത്ത് ലീവ് എടുക്കുന്നവരുണ്ടാവും. ചിലവർക്ക് ഇത് നല്ല പെയിനായിട്ട് 3 ദിവസമൊക്കെ പെയിൻ ഉള്ളവർ, അവർക്കിത് നല്ല കാര്യമാണ്. ഈ ആർത്തവ അവധി പരസ്യമാക്കേണ്ട ആവശ്യമില്ല, എല്ലാ മാസം ഓരോ പെൺകുട്ടിക്കും പീരീഡ്സ് ആവുന്ന ഡേറ്റ് ഒക്കെ നാട്ടുകാർ അറിയുമെന്ന് പറയുന്ന കമന്റിനോട് എന്താണ്? അതെല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. അത് നാട്ടുകാർ അറിയുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. കാരണം എല്ലാവർക്കും അത് അറിയാം. പിന്നെ ആൾക്കാർ പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വെറുതെ അവർ ലൈക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞ് വിട്ടതായിരിക്കും. വീട്ടിൽ നമ്മൾ ചെറുപ്പം തൊട്ട് അങ്ങനെ പറഞ്ഞ് പഠിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഭയങ്കര നാണക്കേടാണെന്ന് എല്ലാവർക്കും തോന്നണമെന്നില്ല. അങ്ങനെ ചിലവർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു കൂട്ടം ആൾക്കാർക്ക് അത് ഭയങ്കര ശോകമാണ്, ഇഷ്ടമില്ല, പറയേണ്ട കാര്യമില്ല എന്ന് ചിലവർക്ക് തോന്നും. ആർത്തവ അവധി കംപ്ലീറ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് എടുക്കണമെന്ന് ആരും പറയുന്നില്ല. ഇപ്പോൾ മറച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് എടുക്കണ്ട. പക്ഷെ അതിനനുസരിച്ച് ഇത് ആവശ്യമുള്ളവർ ഇതെടുത്തോട്ടെ. ഇങ്ങനെ ആരും ഇത് നിർബന്ധമായിട്ട് നിങ്ങളുടെ പീരീഡ്സ് ആകുമ്പോൾ എടുക്കണമെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പീരീഡ്സ് ആണെന്ന് പറയാനായിട്ട് പിള്ളേർക്ക് ഇന്നും മടിയുണ്ട്. ആക്ച്വലി അവർക്കൊരു നാണം. ഇപ്പോൾ ബോയ്സ് സ്കൂൾ ആണെങ്കിൽ അവർക്ക് ഭയങ്കര നാണമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നാണമൊന്നും വേണ്ട. നമ്മളിത് ഓപ്പൺലി എല്ലാം അറിയാവുന്ന അറിവുകൊണ്ട് നമുക്ക് നാണം വേണ്ട. ബട്ട് നമ്മൾ ഓരോ കൾച്ചറിൽ നിന്നാണ് ഓരോ കുട്ടികളും വരുന്നത്. ചില കൾച്ചേഴ്സ് ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കൂടെ പഠിക്കണ ആൺകുട്ടികളോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. എന്താണ് ഈ ബോയ്സിൻ്റെ ഒരു ഒപ്പീനിയൻ? അവരെന്താണ് പറയുന്നത്? പെൺകുട്ടികൾക്ക് മാത്രം അവധി കൊടുക്കുന്നതിന് കൂടെ അവർക്ക് കൽപ്പുണ്ടോ? അവർക്കറിയാം ഗേൾസിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നും ചില ബോയ്സൊക്കെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാര്യം ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടായാലും അവരോടും പറയാറുണ്ട് എനിക്ക് ഇന്ന പോലെ പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ അവരിടയ്ക്ക് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഞാൻ പറയും എന്നൊന്നും ഇതാക്കരുത്, നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ ആർത്തവ അവധി എന്ന് പറയുന്നത് സ്കൂളുകാർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മൾ സഹിച്ച് വരുന്നുണ്ട്. പിന്നെ ഇപ്പം 3 ദിവസം എന്ന് പറഞ്ഞപ്പം 3 ദിവസം തന്നെ വേണമെന്ന് കമ്പൽസറി ഇല്ല. 2 ദിവസം ആയാലും മതി. ഇപ്പോൾ അധികം ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് വേണ്ടി മാത്രം 3 ദിവസം ആക്കിയാൽ മതി. സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയാലും വർക്കേഴ്സ് ആയാലും നമുക്ക് സൊസൈറ്റിയിൽ കാണുന്ന എല്ലാ വുമൻസ് ആയാലും അവരും ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്കും എന്തായാലും ഒരു ലീവ് പോലെ കൊടുക്കണം. ഈ അവധി എന്ന് പറയുന്നത് നോട്ട് ഓൺലി സ്കൂൾ വരെ, ഇത് കഴിഞ്ഞിട്ടും ബാക്കി വുമൻസ് എത്ര വുമൻസ് ഉണ്ടോ, ഇപ്പോൾ ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ, കോളേജിൽ പഠിക്കുന്നവരായിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഇത് വേണം. ഒരു കാര്യമാകുമ്പോൾ അതിന് പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ടാവും, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ടാവും. പോസിറ്റീവ് ആസ്പെക്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, മിക്കവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ 3 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ആക്ച്വലി അത് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് ഉറപ്പില്ലല്ലോ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിന് ഒരു പരിധി വരെ വിശ്വസിക്കാം, അത് കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ പീരീഡ്സ് ആണെന്ന് പറഞ്ഞുള്ള ഈ അവധി 3 ദിവസത്തെ അവധി അവരെടുത്ത് മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കണ ഒരു ചാൻസ്, ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കുട്ടികൾ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം അവർ തന്നെ നോക്കുക.